വെറും പട്ടിണിയും വിശപ്പും മാത്രം കൊണ്ടുവന്ന ഈ ജനങ്ങൾക്ക് ഈ മലമുകളിലുണ്ടായിരുന്ന കോക്ക രാജാവ് ഇവർക്ക് വേണ്ടി എല്ലാം കൊടുത്ത് ഇവിടെ താമസിക്കാൻ സ്ഥലവും കൊടുത്തു. അപ്പോൾ ഒരു പേര് പോലും ഇല്ലാത്ത ഈ നഗരത്തിന് ആ രാജാവായിരുന്നു സ്വന്തക്കാരൻ. ആ സമയത്തായിരുന്നു ആ കോക്ക രാജാവ് ഈ നാടിന് വേണ്ടി ഒരു കൊട്ടാരം പണിഞ്ഞത്. മിച്ചമുള്ള സ്ഥലമൊക്കെ ഒരു നാടാക്കി മാറ്റി ഈ ജനങ്ങൾക്ക് താമസിക്കാനായിട്ട് വീടൊക്കെ കെട്ടിക്കൊടുത്തു അദ്ദേഹം. ആ രാജാവ് ചെയ്ത നന്ദിക്ക് വേണ്ടിയാണ് ഈ ജനങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഈ നഗരത്തിനെ കോക്ക നഗരം എന്നും പറഞ്ഞ് അവരെന്ന് പേരിട്ടതൊക്കെ. കോക്ക രാജാവിൻ്റെ കുടുംബം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്നും സേവ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. അവർക്ക് കഴിക്കാനായിട്ട് ഭക്ഷണം, ഉടുക്കാനായിട്ട് തുണി, എന്തിന് ജനങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള പഠിത്തം പോലും അവരായിരുന്നു ശരിക്കും പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവർക്കും തന്നെ ഒരു വ്യത്യസ്തമായ അസുഖം വന്നായിരുന്നു. ആ ഒരു അസുഖം കാരണം ഈ നാട്ടിലുള്ള പല ജനങ്ങളും മരിച്ചുപോയി. ഏതൊരു മരുന്നിനും അടങ്ങാത്ത അസുഖം. കോക്ക രാജാവ് പോയി ഒരുപാട് വൈദ്യന്മാരെ കണ്ട് അതിന് മരുന്ന് കണ്ടെത്താനായിട്ട് പറഞ്ഞിരുന്നു. ആ മരുന്ന് എന്താന്ന് വെച്ചാൽ കോക്ക രാജാവിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ അവർ മരിച്ചു പോകാനാണ് പറഞ്ഞിരുന്നത്. രാജാവിന്റെ കുടുംബത്തിൽ അവരുടെ പിള്ളേരെ മാത്രം ഒഴിച്ച് ആ കൊട്ടാരത്തിലുള്ള എല്ലാ വലിയവരും എല്ലാവരെയും തന്നെ അവർ ജീവസമാധി ആവാൻ പറഞ്ഞിരുന്നു. അങ്ങനെ രാജാവിന്റെ കുടുംബത്തിലുള്ളവർ ചെയ്താൽ 3 ദിവസത്തിൽ തന്നെ എല്ലാം തന്നെ ശരിയാവുന്നായിരുന്നു ആ ഋഷി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് കോക്ക രാജാവ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവൻ തന്നെ ത്യാഗം ചെയ്തിരിക്കുകയാണ് രാജാവ്. അന്ന് തൊട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് രാജാവിൻ്റെ കുടുംബത്തിനോടും രാജാവിനോടും ഒരുപാട് അഭിമാനവും മതിപ്പും കൂടിയിരിക്കുകയാണ്. രാജാവിനെയും കുടുംബത്തിനെയും ദൈവമായിട്ട് കാണാൻ തുടങ്ങിയവര്. ആ കൊട്ടാരം തന്നെ ഒരു അമ്പലമായി മാറി. ആ രാജാവിനെയും ആ രാജാവിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും തന്നെ ദൈവമായി കരുതി ദിവസവും പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു ഇവിടുത്തെ ജനങ്ങളെല്ലാം. പക്ഷേ ആ കൊട്ടാരത്തിലുള്ള രാജാവിൻ്റെ ആത്മാവ് ഇപ്പോഴും ഈ നാടിന് ചുറ്റും തന്നെയാണ് ഉള്ളതെന്നാണ് അന്ന് ഋഷിമാർ പറഞ്ഞത്. അന്ന് തൊട്ട് ഈ നാട്ടിലെ ജനങ്ങൾ കാലിൽ ചെരുപ്പ് പോലും ഇടാണ്ട് ഈ നാട്ടിൽ നടക്കണമെന്നാണ് അവർ തീരുമാനിച്ചത്. രാജാവിൻ്റെ ആത്മാവ് ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഈ നഗരത്തിൽ എല്ലാവരും തന്നെ അച്ചടക്കത്തോടെ ഇരിക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. ഈ കൊട്ടാരത്തിൽ വളർന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവരൊരു ദൈവങ്ങളെ പോലെയാണ് കരുതിയിരുന്നത്. വർഷങ്ങൾ പോകുന്നോറും ആ രാജകുടുംബത്തിലെ കുഞ്ഞുങ്ങളെ തലനിമിർന്നൊന്ന് കാണാൻ പോലും ആർക്കും ഇവിടെ ധൈര്യമില്ലായിരുന്നു. അവിടെയുള്ള എല്ലാവരും തന്നെ പൂജിക്കാൻ ആരംഭിച്ചു. ആ കൊട്ടാരം ആരെങ്കിലും ഒന്ന് തലനിമിർന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും കുടിച്ചിട്ട് ആ ഭാഗത്തോട്ട് പോയിരുന്നാലോ അവരവിടെ തന്നെ ആ അസുഖം വന്ന് മരിച്ചു പോകുന്നതായിരുന്നു ഇത്രയും ദിവസം നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇതുവരെ ഈ കോക്ക നഗരത്തില് എല്ലാവരും അച്ചടക്കത്തോടെ മാത്രം ഇരിക്കുന്നത്. അതിനെതിരെ ആരും ഉണ്ടാവില്ല, നിങ്ങളെ ഒഴിച്ച്. ഒരുപക്ഷെ ഈ നാട്ടിലെ ജനങ്ങളല്ലാണ്ട് വേറെ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ഈ നാട്ടിലെ അച്ചടക്കമൊക്കെ ഒന്നും പാലിക്കാണ്ടിരുന്നാൽ മോഹിനിയമ്മ ഈ നാട്ടിലോട്ട് വന്ന് മാന്ത്രിക ശക്തി മൂലം അവരെ കൊന്നേക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിൽ വരുന്ന പോലെ നിങ്ങളുടെ ഫ്ലാഷ് ബാക്ക് ഒക്കെ നീണ്ടതാണല്ലോ. നിന്റെ നാടിനെ പറ്റി ചോദിച്ചപ്പോ ഒരു സിനിമ പിടിക്കുന്ന കഥയാണല്ലോ പറഞ്ഞേ. ഇനിയിപ്പോ എന്താ, നിന്റെ മോഹിനിയമ്മ വന്ന് മന്ത്രമൊക്കെ ചൊല്ലി എന്നെ അങ്ങോട്ട് ഭസ്മാക്കുവോ? നീ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഞാനും ഈ ചോരയൊക്കെ തുപ്പിച്ചാവോ? അതെന്താന്നറിയില്ല ഏട്ടാ, മോഹിനിയമ്മ വിചാരിച്ചാ നിങ്ങൾക്ക് പോലും അറിയാണ്ട് നിങ്ങളുടെ ജീവൻ അവരെടുത്തേക്കും. എന്നെ കണ്ട എന്താ നിനക്കൊരു മൈഗുണാശനെ പോലെ തോന്നുന്നുണ്ടോ? ഈ കഥയൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഇക്കാലത്ത് എവിടെയാടാ പ്രേതവും പിശാചും മറ്റും? ഏതോ ഒരു പേര് പറഞ്ഞല്ലോ, അതെന്ത് പേരാ? യാമിനി. മോഹിനിയമ്മ. ആ ആ വരട്ടെ, കാണാടോ. ചേട്ടാ, മോഹിനിയമ്മ വന്ന് മൂത്രം ഒഴിക്കാൻ പോകുന്നവരാ പോകുന്നത്.